ഇനിയിപ്പോൾ എന്ത് പറയാൻ പറ്റും എം എ ഷഹനാസിന്? കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4-ന്റെ CC 36/2023 VR സുധീഷ് നൽകിയ പരാതി പ്രകാരം ഉള്ള ആ കേസിൽ എം എ ഷഹനാസിന് അറസ്റ്റ് വാറണ്ട് അല്ലേ? അതായത് ഈ കഴിഞ്ഞ 2025 ഡിസംബർ 16 ഈ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്ന അറസ്റ്റ് വാറണ്ട് ഇപ്പം നിലനിൽക്കുന്നു. ആ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാത്തതിൻ്റെ പേരിൽ ബേപ്പൂർ SHOയ്ക്ക് ഇതേ കോടതി ഈ ഫെബ്രുവരി 5 അതായത് 2026 ഫെബ്രുവരി 5 മെമ്മോ നൽകിയിരിക്കുന്നു. ഈ എം എ ഷഹനാസാണ് രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരം കഥകളെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ എം എ ഷഹനാസിൻ്റെ ഫ്രോഡ് തരം എത്രമാത്രമാണ് ഈ സമൂഹത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ എം എ ഷഹനാസിൻ്റെ കുറേ കൂട്ടുകാരികളുണ്ടല്ലോ രാഹുൽ മാക്കൂട്ടത്തെ നന്നാക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ മാനസപുത്രയൊക്കെയാണെന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു കിടന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന മുജ്ജന്മത്ത് പോലും കൂടെ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഈ ജന്മത്ത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഭയങ്കര ആത്മബന്ധമാണ്, കുടുംബബന്ധമാണ്, ആ ബന്ധമാണ്, ഈ ബന്ധമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വായി വെച്ച് കൊടുക്കുന്ന സംഭവങ്ങളും ഒക്കെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ത്രീയെ പാതിരാത്രിക്ക് പോലും കൂടെ പ്ലീസ് കം ടു ടെലഗ്രാം സീക്രട്ട് ചാറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രാഹുൽ മാക്കൂട്ടത്തിന് അങ്ങോട്ട് സന്ദേശം അയച്ചതിനെ പറ്റിയും അങ്ങോട്ട് ചാറ്റ് ചെയ്തതിനെ പറ്റിയൊക്കെ ഉള്ള എവിഡൻസ് സഹിതം പുറത്തു വന്നതിനെപ്പറ്റി ഏതായാലും ഒരു യുവ നേതാവിനെതിരെ അങ്ങോട്ട് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുക്കാൻ വകുപ്പില്ലല്ലോ. തിരിച്ചായിരുന്നെങ്കിൽ കൃത്യമായിട്ട് രാഹുൽ മാക്കൂട്ടത്തിന് അങ്ങോട്ട് പരാതി കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. കാരണം സ്ത്രീകളുടെ ആ ഒരു പരിരക്ഷ അവർക്കുള്ളത് കൊണ്ട്. നേരെ മറിച്ച് ഒരു സ്ത്രീക്ക് എതിരെ പാതിരാത്രിക്ക് അങ്ങോട്ട് ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അങ്ങനെയുള്ളവരാണ് നന്നാക്കാൻ ഇറക്കുന്നത്. ഇനി മറ്റൊരാളുണ്ടല്ലോ ഇമോജി അയച്ചെന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും ഇന്നലെ വരെ എനിക്ക് ആ മനുഷ്യന്റെ അടുത്ത് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്നലെ മുതലാണ് അയാളുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. അയാള് ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിന്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആരെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നോർമലി ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാറുണ്ട്. ബിക്കോസ് അവർ യാത്ര ചെയ്യാൻ താല്പര്യപ്പെട്ട് വരുന്ന മനുഷ്യനായിരിക്കും. അപ്പൊ ഇയാൾക്ക് ശ്രീലങ്കയിൽ പോകാനാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഞാനതെല്ലാം വിശദീകരിച്ചു. ലാസ്റ്റ് നിലമ്പൂർ ഇലക്ഷനെ കുറിച്ച് പുള്ളി സംസാരിച്ചു. ആ കോൺവെർസേഷൻ അവസാനിക്കുന്നത് നിലമ്പൂർ ഇടത് സ്ഥാനാർത്ഥി തോൽക്കുന്നു പറഞ്ഞിട്ടാണ്. അത് തീർന്നു. രാവിലെ ഞാൻ നോക്കിയപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് വീണ്ടും ഞാൻ മെസ്സേജ് കണ്ടു. പക്ഷെ അതെനിക്ക് അത്ര ആ ചാറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഞാനത് ചെയ്തില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിലെ ഒരു പ്രവർത്തക എൻ്റെ അടുത്ത് വന്നിട്ട് ഇയാള് ആ ചാറ്റ് എന്തുകൊണ്ടാണ് എന്നോട് ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞതാണ് എനിക്ക് ഈ വിഷയത്തിലെ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം പുള്ളി ആ ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷനെ കുറിച്ചിട്ട് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ പോയിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയാളോട് അങ്ങോട്ട് പോയി ചാറ്റ് ചെയ്തു എന്നും ഇതൊരു സ്ഥിരം ശീലമാണെന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇത് വലിയ ഗമയായിട്ടാണ് പറയുന്നത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നതിനെ വലിയ ഒരു സംഭവമായിട്ട് കാണുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സ്ത്രീകള് ഇത്തരം പ്രശ്നങ്ങൾ പറയാൻ നല്ലോണം മടിക്കുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരം മനുഷ്യര് പുറത്ത് പറഞ്ഞുണ്ടാക്കുന്ന കഥകളും നമ്മുടെ ആൾക്കാര് കൂടെ എന്ന് പറയുന്നത്. പ്രിയരെ, ഈ വോയിസ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് കൃത്യമായിട്ടുള്ള ഒരു ഹണി ട്രാപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പുറത്ത് കൃത്യമായിട്ട് പ്രീ പ്ലാൻ ചെയ്ത് ഇറങ്ങി തിരിച്ചിരിക്കുന്നതാണ് ഈ സ്ത്രീകളെല്ലാം. കാരണം ഇവരുടെ ഓരോ വോയിസിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു വാസ്തവമില്ലാത്ത കാര്യങ്ങളാണ്. ജനങ്ങൾ മനസ്സിലാക്കുക. തുറന്നു പറച്ചിൽ വരെ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനുശേഷം സംഭവിക്കുന്നത് നേരെ തിരിച്ചാ. ഈ കുറ്റാരോപിതരായിട്ട് വന്നിരിക്കുന്ന സ്ത്രീകളെല്ലാം ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കണക്ഷനുള്ള ആൾക്കാരാണ്. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെ ഫോട്ടോസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിലും പല ആൾക്കാരുമായിട്ട്, സരിൻ ഉൾപ്പെടെ, മുകേഷ് ഉൾപ്പെടെ, അതുപോലെ ഗണേഷ് ഉൾപ്പെടെ എല്ലാവരുമായിട്ട് ബന്ധമുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് വ്യക്തമാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറയുക നിങ്ങൾ അറിഞ്ഞല്ലോ എന്ന്. നിങ്ങളെല്ലാവരും കൂടി ഇറങ്ങി തിരിച്ചുണ്ടാക്കിയതാ. പിന്നെ നിങ്ങൾ അറിഞ്ഞെന്ന് പറഞ്ഞ് സ്ഥാപിക്കണ്ട.
അപ്പൊ ഈ ഒരു ഭയം കൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ പലരും പുറത്തേക്ക് വരാൻ മടിക്കുന്നുണ്ട്. രാഹുലിന്റെ വിഷയത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ പറയുന്ന ഒരാളെ ഭയന്നിട്ടായിരിക്കും ഈ സ്ത്രീകൾ പുറത്തേക്ക് വരാത്തത്. ഇപ്പൊ പേഴ്സണലി പറഞ്ഞാല് എനിക്കറിയാം ആളുടെ ഇതിൽ പെട്ടുപോയ സ്ത്രീകളെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. കോടതി പോലും അവരുടെ പേരുകൾ പറയാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടില്ല. പക്ഷെ അവരൊക്കെ കടന്നു പോകുന്ന ട്രോമയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ആ വേദനയും കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇയാളെ എക്സ്പോസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെ കൂടി പ്രീ പ്ലാനഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞങ്ങ് അവതരിപ്പിച്ചങ്ങ് സ്ഥാപിക്കും അല്ലേ? നടക്കില്ല മോളെ. അതായത് അവർ വലിയ എഴുത്തുകാരിയൊക്കെയാണെന്നാണ് പറയുന്നത്. ഡിവോഴ്സ് ആയിട്ട് നിൽക്കുന്നു. അവരാണ് പറയുന്നത് എനിക്ക് ഇമോജി അയച്ചു, ഞാൻ അത്ര കാര്യത്തിലൊന്നും വീഴുന്ന ആളൊന്നുമല്ല, ഞാൻ ഭയങ്കര എഴുത്തുകാരിയാണ്, ഇടതുപക്ഷത്തിൻ്റെ മാത്രം സഹയാത്രികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞ് നടക്കുന്ന ആളും രാഹുൽ മാക്കൂട്ടത്തിനെ നന്നാക്കാൻ നടക്കുന്നു. ഇനി മറ്റൊരാളാണ് മാധ്യമ രംഗത്ത് ഭയങ്കരമായിട്ട് അയ്യോ ഞാനേ കണ്ടുള്ളൂ ഇങ്ങനെ ആ അപവാദ പ്രചരണത്തിന്റെ ആ പരദൂഷണ ചൊവ്വയോടെ ആ വൃത്തികേടുകൾ അവർ മറ്റു പലർക്കും എതിരെ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷവും എനിക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതേ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്നോട്ട് കരയുന്നു, അമ്മ ഭൂമിയിലിരുന്ന് കരയുന്നു. ഇപ്പൊ കോടതി എല്ലാത്തിനും എടുത്തിട്ട് അലക്കിയല്ലോ ഈ പറയപ്പെട്ടവരൊക്കെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ഏതായാലും എം.എ. ഷഹനാസിൻ്റെ എല്ലാ തരങ്ങളും ഇപ്പോൾ ശരിക്കും ഒന്നും കൂടെ പൊതുസമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ എം.എ. ഷഹനാസിന് എന്ത് പറയാനുണ്ട് ഈ കാര്യത്തിനകത്ത്? എൻ്റെ ഉമ്മ ഒരു പ്രവാസിയായിരുന്നു. ഖത്തറില് ഒരു വീട്ടുജോലിക്കാരിയായിട്ട് ജോലി ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ഉമ്മ. അത് പറയാതെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു